സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു UN വേദിയിൽ പ്രസംഗിക്കാനെത്തുകയാണ്. അപ്പോൾ തന്നെ ഭൂരിഭാഗം രാഷ്ട്രപ്രതിനിധികളും UNലെ ഹാളിൽ നിന്ന് വാക്കൗട്ട് നടത്തി. Please order in the hall. Please order in the hall. Please order in the hall. ഇതെല്ലാം നോക്കി നാണം കെട്ട് നിൽക്കുന്ന നെതന്യാഹുവിനെ നമുക്ക് കാണാം. Please order in the hall and please be seated. ഒരു ക്രൂരനായ ഭരണാധികാരി ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കാണുന്നത് സത്യത്തിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് ആശ്വാസമാണ്. പിന്നീട് ആകെ ഹാളിൽ ഉണ്ടായിരുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രതിനിധികളും പിന്നെ വളരെ കുറച്ചു മാത്രം മറ്റ് രാഷ്ട്ര പ്രതിനിധികളുമായിരുന്നു. ആദ്യമേ പറയട്ടെ, നെതന്യാഹുവിന്റെ പ്രസംഗത്തിലെ ചില പൊട്ടത്തരങ്ങൾ തുറന്നു കാണിക്കാനാണ് ഈ വീഡിയോ. ചില പരിപാടികൾക്ക് പോകുമ്പോൾ ചിലർ കൈയടിക്കാൻ ആളെ കൊണ്ടുപോകില്ലേ, അതുപോലെ കുറച്ചുപേർ UN ഹാളിലും ഉണ്ടായിരുന്നു. നെതന്യാഹു എന്ത് പറഞ്ഞാലും അവർ കൈയടിച്ചു കൊണ്ടേയിരുന്നു. അവർ ഒരുപക്ഷെ കൈയടിച്ചില്ല എങ്കിൽ നെതന്യാഹു ഒന്ന് നോക്കി കൈയടിപ്പിക്കും. അതായിരുന്നു കാഴ്ച. പതിവ് പോലെ വ്യാജ അവകാശവാദങ്ങൾ, പൊട്ട ന്യായീകരണങ്ങൾ ഇതൊക്കെ നിരത്തിയായിരുന്നു നെതന്യാഹുവിന്റെ പ്രസംഗം. ഇറാനെതിരായ യുദ്ധം വിജയമായിരുന്നു എന്നതാണ് ഒന്നാമത്തെ അവകാശവാദം. ഇസ്രയേലിന്റെ ആക്രമണം പശ്ചിമേഷ്യയെ റീഷേപ്പ് ചെയ്യുന്നു, അതായത് പശ്ചിമേഷ്യയുടെ രീതി തന്നെ ഇസ്രയേലിന്റെ ആക്രമണം കൊണ്ട് മാറ്റുന്നു എന്നതായിരുന്നു ന്യായീകരണം. ഇതുപോലെ നിരവധി കള്ളങ്ങൾ പറഞ്ഞാണ് അയാൾ UN വേദിയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യം ഇറാനെതിരായ പരാമർശം നോക്കാം. ഭീകരതയുടെ അച്ചുതണ്ട് നെതന്യാഹു ഇറാനെതിരെ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. അത് തന്നെ UN വേദിയിലും കണ്ടു. പിന്നെ ഇറാന്റെ തീവ്രവാദ റൂട്ട് എന്ന പേരിൽ ഒരു ഭൂപടവും പ്രദർശിപ്പിച്ചു. ഇവിടങ്ങളിലെ എല്ലാ എതിരാളികളെയും ഇസ്രയേൽ ഇല്ലാതാക്കി എന്നുള്ള വീമ്പും പറഞ്ഞു. അതിനുശേഷമാണ് ഇറാനെതിരായ 12 ദിവസത്തെ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞത്. ഞങ്ങളുടെ ധീരരായ പൈലറ്റുമാർ ഇറാന്റെ മിസൈൽ പ്രതിരോധങ്ങളെ നിർവീര്യമാക്കി. ടെഹ്റാന്റെ മുകളിലുള്ള ആകാശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇസ്രയേലി യുദ്ധവിമാന പൈലറ്റുമാരും അമേരിക്കൻ B-2 പൈലറ്റുമാരും ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ ബോംബിട്ടു. ഈ യുദ്ധം സൈനിക ചരിത്രത്തിൽ ഇടം പിടിക്കും. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുമെന്ന് പ്രസിഡന്റ് ട്രംപും ഞാനും വാഗ്ദാനം ചെയ്തിരുന്നു. ഞങ്ങൾ ആ വാഗ്ദാനം പാലിച്ചു എന്നാണ് നെതന്യാഹു പറഞ്ഞത്. പക്ഷേ സത്യത്തിൽ സംഭവിച്ചത് എന്താണ്? ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്ന് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ ഫ്രാൻസിന് രഹസ്യ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അത് പുറത്തു വരികയും ചെയ്തു. അമേരിക്കൻ ഏജൻസികളും ഇക്കാര്യം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇറാന്റെ ആണവശക്തിയെ വളരെ കുറച്ചു മാസങ്ങൾ പിന്നോട്ടടിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, നിസ്സാരമായ കേടുപാടുകൾ മാത്രമേ വരുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇസ്രയേലിന് കനത്ത തിരിച്ചടി കിട്ടിയ യുദ്ധമാണ് സത്യത്തിൽ ഇറാനുമായി ഉണ്ടായത് എന്നത് ലോകം തന്നെ കണ്ടതാണ്. ആയിരക്കണക്കിന് മിസൈലുകൾ പതിവില്ലാതെ ഇസ്രയേലിൽ പതിച്ചു. മനുഷ്യനാശമുണ്ടായി, കെട്ടിടങ്ങൾ തകർന്നു, ആളുകൾ മിക്കവാറും ബങ്കറുകളിൽ ഒളിച്ചിരിക്കേണ്ടി വന്നു. അതൊക്കെ മറച്ചു പിടിച്ചാണ് നെതന്യാഹു UN വേദിയിൽ വീരവാദം മുഴക്കുന്നത്. സത്യത്തിൽ ഇറാന്റെ ചരിത്രത്തിൽ ഇടം നേടിയ യുദ്ധവിജയമാണ് ഉണ്ടായത് എന്ന് പറയാം. ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കണ്ട് അമേരിക്ക ഇടപെട്ട് വെടിനിർത്തൽ കൊണ്ടുവരികയായിരുന്നു എന്നുള്ളതാണ് സത്യം. അതൊന്നും ലോകം മറന്നിട്ടില്ലാത്ത ഒരു കാര്യങ്ങളാണ്. മാത്രമല്ല, ഇറാനെതിരെ വീണ്ടും ഉപരോധങ്ങൾ കൊണ്ടുവരണമെന്നും നെതന്യാഹു UN വേദിയിൽ ആവശ്യപ്പെട്ടു. നമ്മൾ ജാഗ്രത പാലിക്കണം, ഇറാന്റെ സൈനിക ആണവശേഷി പുനർനിർമ്മിക്കാൻ നാം അനുവദിക്കരുത്, ഇറാന്റെ സമ്പുഷ്ടീകരണ യുറേനിയ ശേഖരം ഇല്ലാതാക്കണം എന്നാണ് നെതന്യാഹു ആ വേദിയിൽ പറഞ്ഞത്. സത്യത്തിൽ സാധാരണക്കാരെ കൊല്ലുന്ന ഇസ്രയേലിനെതിരെയാണ് ഉപരോധം ഏർപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആണവായുധങ്ങൾ സ്വന്തം കയ്യിൽ വെച്ചിട്ടാണ് ഇറാന്റെ യുറേനിയം ശേഖരത്തെക്കുറിച്ച് നെതന്യാഹു സംസാരിക്കുന്നത്. ഒരു കാര്യം അയാളുടെ പ്രസംഗം കേട്ടാൽ മനസ്സിലാകും, ഇറാൻ പേടിയിലാണ് എപ്പോഴും നെതന്യാഹു ഉള്ളത്. 12 ദിവസത്തെ യുദ്ധം കഴിഞ്ഞപ്പോൾ അത് കൂടിയിട്ടേ ഉള്ളൂ. അതിന്റെ പ്രതിഫലനം തന്നെയാണ് UN വേദിയിൽ കണ്ടത്. ഇനി പലസ്തീനെക്കുറിച്ചും ഗാസയെക്കുറിച്ചും നെതന്യാഹു പറഞ്ഞ ന്യായീകരണങ്ങളും വാദങ്ങളും നോക്കാം. ഇസ്രയേൽ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയെ പുനർനിർമ്മിച്ചു എന്നാണ് നെതന്യാഹുവിന്റെ വിചിത്രമായ അവകാശവാദം.
എന്നിട്ട് യാതൊരു ജാള്യതയുമില്ലാതെ ഇസ്രയേൽ നടത്തിയ പ്രാദേശിക ആക്രമണങ്ങളെക്കുറിച്ചും കൊലപാതകങ്ങളെക്കുറിച്ചും പട്ടിക നിരത്തി UN വേദിയിൽ പറഞ്ഞു. യുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറണ്ട് നേരിടുന്ന ഒരാളാണ് ലോകവേദിയിൽ വന്നു നിന്ന് താൻ നേതൃത്വം നൽകിയ കൊലപാതകങ്ങളെക്കുറിച്ച് വാചാലനാകുന്നത് എന്നതാണ് ദുഃഖകരം. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് നടത്തിയ പേജർ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞ് നെതന്യാഹു ആനന്ദിക്കുകയായിരുന്നു. ആ പേജറുകൾ ഞങ്ങൾ ഹിസ്ബുള്ളയെ പേജ് ചെയ്തു, എന്നെ വിശ്വസിക്കൂ, അവർക്ക് സന്ദേശം ലഭിച്ചു എന്നാണ് അതിനെക്കുറിച്ച് നെതന്യാഹു പറഞ്ഞത്. എന്നാൽ പേജർ ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് നെതന്യാഹു മിണ്ടിയില്ല. സിറിയയിലെ ബാഷർ അൽ അസാദിന്റെ പതനത്തിന്റെ ക്രെഡിറ്റും നെതന്യാഹു ഏറ്റെടുത്തു. എന്നാൽ സർക്കാരിനെ അട്ടിമറിച്ച വിമത ആക്രമണത്തെക്കുറിച്ച് പരാമർശിച്ചില്ല. ഇങ്ങനെ നിരവധി വൈരുദ്ധ്യങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗത്തിൽ മുഴച്ചു നിന്നു. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പരാമർശിച്ച് സഹതാപം പിടിച്ചുപറ്റാനും നെതന്യാഹു ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ പരസ്യമായി അപലപിക്കുന്ന നേതാക്കൾ സ്വകാര്യമായി നന്ദി പറയുന്നു എന്ന ഗുരുതരമായ ആരോപണം അല്ലെങ്കിൽ ഒരു ഗുരുതരമായ രീതിയിലുള്ള ഒരു പരിഹാസം നെതന്യാഹു UN വേദിയിൽ പറഞ്ഞു. പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച നേതാക്കളെ അപമാനിക്കുന്ന നിലപാടാണ് അയാൾ സ്വീകരിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ സഖ്യകക്ഷികളായിരുന്ന ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ രാഷ്ട്ര തലവന്മാരെയാണ് നെതന്യാഹു ലക്ഷ്യമിട്ടത് എന്നത് നമുക്ക് ഉറപ്പിക്കാം. ഗാസയിൽ വംശഹത്യ ഒന്നും നടക്കുന്നില്ല എന്നാണ് നെതന്യാഹുവിന്റെ മറ്റൊരു അവകാശവാദം. ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ഇസ്രയേൽ സേന നിർദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞ ശേഷം പ്രസംഗത്തിൽ നാടകീയത നിറയ്ക്കുകയാണ് നെതന്യാഹു. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇനി ഞാൻ നിങ്ങളോട് ഒരു ലളിതമായ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ലളിതമായ യുക്തിസഹമായ ചോദ്യം. വംശഹത്യ നടത്തുന്ന ഒരു രാജ്യം ഇരകൾക്ക് വേണ്ടി വാദിക്കുമോ? അവർക്ക് വേണ്ടി മുന്നറിയിപ്പ് നൽകുമോ? ഇതാണ് നെതന്യാഹു സത്യത്തിന് മുന്നിൽ കണ്ണടച്ചുകൊണ്ട് ക്രൂരമായ ചിരിയോടെ UN ചോദിച്ചത്. അതായത്, ഞങ്ങൾ പലസ്തീനികൾക്ക്, ഗാസക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു, ഒഴിഞ്ഞു പോകണം, അല്ലാതെ ഞങ്ങൾ വംശഹത്യ നടത്തുന്നില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ ഗാസയിൽ നടക്കുന്ന വംശഹത്യ ആണ് എന്നുള്ള കാര്യം UN കമ്മീഷൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മാസം ആദ്യം UN മനുഷ്യാവകാശ കമ്മീഷൻ നിയോഗിച്ച പ്രതിനിധികളും ഇസ്രയേലിന്റെ വംശഹത്യയെ സ്ഥിരീകരിച്ചിരുന്നു. എന്നിട്ടാണ് UN വേദിയിൽ തന്നെ വന്നു നിന്ന് ജൂതരാജ്യ തലവൻ ഇങ്ങനെ കള്ളം പറയുന്നത്. ഇപ്പോഴും ഗാസയിൽ ഹമാസ് ഉണ്ടെന്നും അവർ സാധാരണക്കാരെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നുവെന്നും അയാൾ വീണ്ടും വീണ്ടും വാദിക്കുകയാണ്. ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് ഇസ്രയേൽ സൈന്യമാണ്, പക്ഷേ അത് ഹമാസ് തട്ടിയെടുക്കുന്നുവെന്നും നെതന്യാഹു ആവർത്തിക്കുന്നു. എന്നാൽ എന്താണ് ഗാസയിൽ നടക്കുന്നത്? ഭക്ഷണം നൽകാൻ എന്ന് പറഞ്ഞ് മനുഷ്യരെ വിളിച്ചുകൂട്ടി കൊല്ലുന്നതാണ് ഇസ്രയേൽ സൈന്യം ചെയ്യുന്നത്. ഇക്കാര്യം നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ട്രംപിന്റെ കൂട്ടരുടെ ഡബിൾ ഗെയിമും UN വേദിയിൽ കണ്ടു. നെതന്യാഹു പലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അമേരിക്കൻ പ്രതിനിധികൾ കൈയടിക്കുകയായിരുന്നു. ഒക്ടോബർ 7 2001 സെപ്റ്റംബർ 11 ന്യൂയോർക്കിലെ അൽ-ഖ്വയ്ദ ആക്രമണവുമായി വീണ്ടും നെതന്യാഹു താരതമ്യം ചെയ്തു. ഗാസയ്ക്കെതിരായ ഇസ്രയേൽ നീക്കത്തെ ന്യായീകരിക്കാൻ US അനുകൂലികൾ പതിവായി പറയുന്ന ഒരു വാദഗതിയാണ് നെതന്യാഹു ഇങ്ങനെ ആവർത്തിക്കുന്നത്. അതിനുശേഷം അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒക്ടോബർ 7 ശേഷം പലസ്തീന് ജെറുസലേമിൽ നിന്ന് 1 മൈൽ അകലെ രാഷ്ട്രം നൽകുന്നത് സെപ്റ്റംബർ 11 ശേഷം അൽ-ഖ്വയ്ദയ്ക്ക് ന്യൂയോർക്കിൽ നിന്ന് 1 മൈൽ അകലെ ഒരു രാഷ്ട്രം നൽകുന്നത് പോലെയാണ്. അതായത് പലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ല എന്ന് UN വേദിയിൽ പ്രഖ്യാപിക്കുകയാണ് നെതന്യാഹു ചെയ്തിരിക്കുന്നത്. ഒപ്പം അൽ-ഖ്വയ്ദയുമായി പലസ്തീനിലെ പോരാട്ടത്തെ താരതമ്യം ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യവും നമ്മളെടുത്ത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഒപ്പം ഹമാസിനെ പോലെ മെഹ്മൂദ് അബ്ബാസ് നേതൃത്വം നൽകുന്ന പലസ്തീൻ അതോറിറ്റിയും അഴിമതിക്കാരാണ് എന്നും നെതന്യാഹു പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് പതിവ് പോലെ പലസ്തീൻ വിരുദ്ധ, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രസംഗമാണ് നെതന്യാഹു UN വേദിയിലും നടത്തിയത്. എല്ലാവരെയും ഞങ്ങളങ്ങ് ശരിപ്പെടുത്തി കളയും എന്ന സന്ദേശം നൽകുന്നതായിരുന്നു ഭൂരിഭാഗം സമയത്തുമുള്ള അയാളുടെ ബോഡി ലാംഗ്വേജ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ UN പോലൊരു ലോകവേദിയിൽ കയറി നിന്ന് നെതന്യാഹു കൊലവിളി നടത്തുകയായിരുന്നു എന്ന് നമുക്ക് പറയാം. കള്ളങ്ങൾ കൊണ്ട് വീരവാദം മുഴക്കി ഇസ്രയേൽ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ള ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷ നേടാം എന്നതാണ് UN വേദിയിലും അഹങ്കാരം വിടാതെ നെതന്യാഹു ശ്രമിച്ചത്. നെതന്യാഹുവിന് ലോക നേതാക്കൾ എന്ത് മറുപടി നൽകും എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ബ്രിട്ടൻ, ഫ്രാൻസ് രാഷ്ട്രത്തലവന്മാർ. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.